അപ്പം രമ്യ രവീന്ദ്രന് ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോൾ ആ രമ്യ ലൈറ്റേക്കാൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമെമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും ഇത് ഏത് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്, മെസ്സേജല്ല പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് പറഞ്ഞ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പം ഭർത്താവിന് അറിയത്തില്ലല്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ല. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. പറഞ്ഞ് ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനി ഞായർ ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ രവീന്ദ്രൻ പറയുവേ, രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞ എടി നീ ഇപ്പം ലൈറ്റേക്കാൻ്റെ പേരക്കസ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്, അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെരിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയാം. അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ, ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണം കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു, ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ല ആളാരാണെന്ന്? മനസ്സിലായില്ലേ? രമ്യ പറയും അത് മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ ലൈറ്റക്കാൻ്റെ പെരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ്. നമ്മളെ ലൈറ്റക്കാൻ്റെ പെരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല ഞങ്ങൾക്ക്. അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ സ്റ്റാഫില്ല, ലേഡീസ് ആരും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോൾ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത്. പ്രസൻസ് ഭയങ്കരമാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈ പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും. അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിലും കാണാത്ത ഒരു പ്രതിഭാസമാണ്. എല്ലാ വിഷയത്തിലും അമ്മ ബൈ പേഴ്സൺ. നിങ്ങൾ വൃത്തിമെനയുള്ളവരാണ്, സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും. അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വ്യൂസ്
നിങ്ങളുടെ വ്യൂ, നിങ്ങൾ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും. എന്ന് വെച്ചാൽ 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് പറയും. 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി 46 പേര് ക്യൂവിലുണ്ട്. 46 പേര് ക്യൂവിലുണ്ട്. അവർ വന്ന് 45 പേരും വന്ന് കണ്ടിട്ട് അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ. അങ്ങനെ ഇട്ടാൽ ആ നമ്പർ 46-ആണ്. അപ്പം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും. ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ലീഗൽ പ്രൊസീജിയറിൽ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും. കാര്യം എന്താണ്? അയാൾക്ക് ജോലിയില്ല, ശമ്പളമില്ല, തള്ളിപ്പോയി സാധനം തള്ളിപ്പോയ പോലെയായി. അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോഡിന് നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് എന്നുവെച്ചാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഏജൻസി പറയും അത് മനസ്സിരിക്കട്ടെ എന്ന് പറയും. എന്താ കാര്യം? അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ട് ഇവർ കമ്മീഷൻ പോകും ഇല്ലേ? അത് കാരണമാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല. പക്ഷേ ഇപ്പം എന്താണ്, രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ കിടക്കണ. അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത്. ദൈവം ഒരു ഇടപെട്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും. അഡീഷണൽ ഗ്രേസിനാണ്. അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ ഗ്രേസിലാണ്. ഈ ബഡ് ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് നമ്പർ ഒക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും. അതായത് വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ചേച്ചീനെ കാണാൻ പോയെന്ന് പറഞ്ഞു. ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അറിയാതെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറന്നുപോയി എന്താ പറയണത്. ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും. അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് പോരെ. ആർക്കും മനസ്സിലാകാനാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. പറഞ്ഞു, സാറേ ഞാനും ഭർത്താവുമുണ്ട്, ഭർത്താവിന് ജോലിയില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഞങ്ങൾ പെരുവഴിയിലാണ്, ആര് തരുന്നതിനേക്കാൾ 50 പൗണ്ട് ഞാൻ തരാം. 50 പൗണ്ട് വരും. ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും. ഇവൾ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു. എന്താണ്? മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണതുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ഉടനെ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട്, നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ രൊക്കം കാശും എടുത്ത് വീടെഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം. കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാൽ ആ വീട് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത്. ബാക്കി വീട്ടുടമസ്ഥ അത് മേശ, കസേര, കിച്ചൻ്റെ കാര്യങ്ങൾ, അതുപോലെയുള്ള ഗ്യാസ്, അതുപോലെ എന്താണ് ഉപയോഗിക്കണം, അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം.
അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. പക്ഷേ രമ്യ മാതാവ് കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കണ്ട. എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടിൽ, ആവശ്യത്തിന് കസേര, ആവശ്യത്തിന് ചട്ടി, പാത്രം, എല്ലാം, ഒരു വീടിന് എന്തെല്ലാം വേണം അതെല്ലാമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടുന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം. മത്തായിയുടെ സുവിശേഷം 7:11 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ചവിട്ടി പിടിക്കണകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വേണ്ടത്. എങ്ങനെ, അതായത് ഒരു പത്രം, ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി പിടിക്കണം, ഇത് ശുഭമാക്കത്തില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത്, പക്ഷെ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ അവൻ വന്നാലും വന്നില്ല, അത് അവൻ്റെ കാര്യം, എനിക്കതല്ല, ഞാൻ കൂടെ ആളെ കൊടുത്ത്, ഇങ്ങനെ വല്ല കാര്യമുണ്ട്? ഇത് ശുഭമാക്കണമല്ല. അവൻ വന്നാലും വന്നില്ല, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ കൊടുക്ക ആളെ കൊടുത്തൊന്ന്. ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല, അശുഭമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവേ. ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത അനുഭവങ്ങൾ പറയും. എൻ്റെ ചേച്ചി, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി. ഞാൻ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ്. അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. അമ്മ കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ 9 പേരെ പിടിക്കും. അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം നല്ലൊരു ഉടമ്പടി തൈലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ? എന്തിനാണ് കൊണ്ടുപോകണത്? എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് 4 കാലം കൊണ്ട് ഓടുകയാണ്. എന്താ ചെയ്യാണ്? അവർ ഇപ്പം ശരിയാവും, അമ്മ ഇടപെട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ. ഉടനെ അവിടെ നിന്നിട്ട് ആ രോഗിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. ആരാണ് ഉടമ്പടി എടുത്ത്? അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരാ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും, അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്ന് ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത്. കർത്താവ് പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ കടലിലെറിഞ്ഞ വലയാണെന്ന്. അതാണ് സംശയം. എന്താ കാര്യം? ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും നിങ്ങൾ ഏത് ജാതി, ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടി ദൈവത്തിന്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ
രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന. രോഗം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരു ദിവസം 2-3 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ട് ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, നല്ല വിശ്വാസത്തോടെ കൂടെ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പേര് ലില്ലി. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ 2023 ആദ്യമായിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഉടമ്പടി എടുത്തു. ഞാൻ 24 സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ കൂടാതെ രോഗസൗഖ്യം ലഭിച്ചത്. 2025 ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കാനും 2ാമത്തെ സാക്ഷ്യം പറയുവാനുമാണ്. ഉടമ്പടി എഫേസസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന യേശുക്രിസ്തു തലമുറകളും സഭയിലും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഉടമ്പടി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് ഉടമ്പടി വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തറവാട് വീട് 20 വർഷത്തോളമായി, 20 വർഷത്തിൽ കൂടുതലായി ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടിരുന്നു. ഭവനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിലൊക്കെയായിരുന്നു ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കഴിഞ്ഞിരുന്നത്. വീട് നഷ്ടപ്പെട്ടപ്പം തിരിച്ച് ക്യാമ്പിൽ നിന്ന് അവർ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമൊന്നും ഇല്ലാതായിരുന്നു. അങ്ങനെ വാടക വീടുകളിലാണ് താമസിക്കേണ്ടി വന്നിരുന്നത്. പഞ്ചായത്തിലും ബ്ലോക്കിലും ഈ മന്ത്രിമാർ നമ്മൾ ക്യാമ്പിലായിരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരുമായിരുന്നു. അങ്ങനെ ലെറ്റർ പേഡിൽ നിങ്ങൾക്ക് വീടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെച്ച് ഒരുപാട് നാൾ നിന്നു. പക്ഷേ വാഗ്ദാനങ്ങളായിരുന്നു. വീടെന്ന സ്വപ്നം ഞങ്ങളുടെ സ്വപ്നമായി മാറി. അങ്ങനെ വീടില്ലാതെ ഒരുപാട് വിഷമിച്ചു. വാടക വീട് തോറും ഇറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ദിവസം ഈ കൃപാസന പത്രം കിട്ടിയത്. കൃപാസന പത്രത്തിൽ കിട്ടിയപ്പം അസാധ്യ കാര്യങ്ങൾ സാധിക്കുമെന്ന് അവർ പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഈ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ തന്നെ ഞങ്ങൾക്കൊരു വീടെന്ന സ്വപ്നമാണ് ഞാൻ ആദ്യമായി എഴുതിയത്. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യം ഉടമ്പടി ആദ്യം ഉടമ്പടി എടുത്ത നിമിഷം തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. പക്ഷേ വീടെന്ന സ്വപ്നം പിന്നെയും ബാക്കിയായി. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ വീണ്ടും കൂടുതൽ ഇതിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വചനാധിഷ്ഠമായി ജീവിച്ചപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. 2-3 ഉടമ്പടി പുതുപ്പം നമ്മുടെ കാര്യങ്ങൾ സാധിക്കാതിരുന്നത്. ദാനിയേൽ 15:12 അവൻ അവരോട് പറഞ്ഞു, ദാനിയേലേ, നീ ശരിയായി നിൻ്റെ ദൈവത്തെ അറിയുന്നതിന് ദൈവത്തിന് മുമ്പിൽ നീ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്നിലെ അപാകതയും അസ്വസ്ഥതയുമാണ് ഉടമ്പടിയിലെ നിയമങ്ങൾ സാധിക്കാതെ വന്നെന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ സഹോദരൻ ഞങ്ങൾക്ക് വീട് വാങ്ങാൻ സ്ഥലം കിട്ടിയപ്പം ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി വീട് വെക്കാൻ വാങ്ങിയ സ്ഥലത്ത് നേർച്ച വസ്തുക്കൾ കൊണ്ട് 4 അതിരയിൽ വിട്ടു. ഉടമ്പടി 2 പച്ചത്തിരി നീലത്തിരി അവിടെ പോയി നട്ടുച്ചയ്ക്ക് ഞങ്ങൾ കത്തിച്ച് പ്രാർത്ഥിച്ചു, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീട് തറമാന്തി JCB വെച്ചു. അങ്ങനെ പടിപടിയായി അവിടുത്തെ വികാരി അച്ഛൻ്റെ, ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ്റെ പ്രത്യേക ഒരു കരുതലും അങ്ങനെ മാതാവ് ഇടപെട്ടു. മാതാവേ, നീ അത് ഇടപെടണമേ എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവാണ് ആ വീട് തന്നതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണമേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു വൈദികനാണ് അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇടവകക്കാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിച്ചു. 3 റൂമും നല്ലൊരു ഭവനം, നല്ലൊരു വാർക്ക വീട് ലഭിച്ചിട്ടുണ്ട്. അത് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വീട് ലഭിച്ചപ്പോൾ അതിന് കറണ്ടിൻ്റെ ഞങ്ങളൊരു പേപ്പർ ഇഷ്യൂ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ചെറിയ അസുഖം വന്നതുകൊണ്ടായിരിക്കാം കറണ്ട് ലഭിച്ചില്ല. അങ്ങനെ കറണ്ട് ലഭിക്കാതിരുന്ന് ഞങ്ങൾക്ക് 2 പോസ്റ്റ് ആവശ്യമായിരുന്നു. അപ്പോൾ പോസ്റ്റിന് തന്നെ 27,000 രൂപ അടയ്ക്കണമെന്ന് KCBയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ 27,000 രൂപ പോലും നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകെ ടൈറ്റ് ആയതുകൊണ്ട് ഒരു 27,000 രൂപയൊന്നും അടച്ച് കറണ്ട് അന്നേരം എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അപേക്ഷയൊക്കെ വെച്ചു. അവർ പറഞ്ഞു 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ലാസ്റ്റുള്ള പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഞാൻ എന്ന് വരുമ്പോൾ ഈ മാതാവിൻ്റെ ഇവിടെ കാൽച്ചുവട്ടിലെ മണ്ണ് എടുത്തുകൊണ്ട് പോകും. മണ്ണും ഉപ്പും കൂടെ കൂടുതൽ അധികമായി ഞാൻ ആ പോസ്റ്റിൻ്റെ ചുവട്ടിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ആ ഭവനം നീ ഞങ്ങൾക്ക് തന്നതാണെങ്കിൽ ആ ഭവനത്തിന് വെളിച്ചവും കൂടെ നീ തരണം. അങ്ങനെ ആ പോസ്റ്റിൽ തൈലം ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും മണ്ണും ചുവട്ടിലിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി
2 ആഴ്ച കഴിയട്ടെ എന്ന് അവർ പറഞ്ഞിരുന്ന സ്ഥലത്ത് 10 ദിവസത്തിനുള്ളിലാണ് 2 പോസ്റ്റ് ഇട്ട് അന്നേ ദിവസം കറണ്ട് ലഭിച്ചു. 5 പൈസ അടയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വീടും വെളിച്ചവും നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് സഹോദരന് വേറൊരു സഹോദരനും കൂടെ ഭവനം ലഭിച്ചു. ഈ ജൂൺ മാസമായിരുന്നു അതിൻ്റെ വീട് വെഞ്ചരിപ്പ് നടന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടിയിൽ വരുന്നതിന് മുമ്പ് എന്നിലെ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാണെന്ന് പറഞ്ഞതുപോലെ എന്നിലെ അന്ധകാര ശക്തി അശുദ്ധിയല്ലായിരുന്നു എന്നിൽ പ്രവേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എൻ്റെ കാലിന് കുഴിനഖമായിരുന്നു. ഓർമ്മ വെച്ച കാലം തുടങ്ങി പിന്നെ കാലിന് നഖമില്ല. അപ്പോൾ ഒരുപാട് പേര് കളിയാക്കും. നമ്മൾ 4 ആൾ കൂടുന്നിടത്തൊക്കെ പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപ്പ് ഒക്കെ ഞാൻ കാലിൽ തേച്ച് ഇപ്പം നല്ല സുഖമായിരിക്കൊരു കുഴപ്പമില്ല, നല്ല നഖം വന്നു. അതുപോലെ എൻ്റെ കൈകാൽക്ക് മരപ്പായിരുന്നു. ബസ്സിൽ കയറാനും ഒരു കമ്പി പിടിക്കാനും ഒരു കുട ചൂടാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ കൈയുടെ ഞരമ്പിന് ഇവിടെ ബ്ലോക്കാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് രോഗസൗഖ്യം ലഭിച്ചത്, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ച ഇതും. അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച നാൾ മുതൽ എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം, കൈകാൽ മരപ്പ്, കാലിൽ കുഴിനഖമില്ലാത്ത അങ്ങനെ ഒരുപാട് രോഗങ്ങളെല്ലാം പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഈ ഉടമ്പടി വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് തറവാട് വീട്ടിൽ ഞാൻ വന്നിട്ട് ഒരു 20 വർഷത്തോളമായി. എന്ന് ഞങ്ങൾക്ക് എലിയുടെയും പാമ്പിൻ്റെയും ശല്യമായിരുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ പാമ്പ് വരാത്ത ദിവസങ്ങളില്ല. അങ്ങനെ തന്നെ എലി ഈ സാക്ഷി അവിടെ കേൾക്കുമ്പോൾ പിന്നെ ഒരുപാട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനങ്ങനെ വീടിൻ്റെ 4 സൈഡിലും ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ആ എലിയുടെയും പാമ്പിൻ്റെയും എല്ലാ ശല്യം പൂർണ്ണമായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവായിപ്പോയി. അതുപോലെ ഉടമ്പടിയിൽ വന്ന പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ വളരെയധികം ആഴപ്പെടാനും, വിശുദ്ധ കുർബാന ഒരു ദിവസം പോയി കൂടിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ പാപം ചെയ്ത ഒരു വലിയൊരു ഫീലാണ്. വിശുദ്ധ കുർബാന നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് കണ്ണുനീര് ഒരുപാട് എനിക്ക് സഹിക്കാനാവാത്തൊരു വലിയൊരു ബോധ്യമായി വിശുദ്ധ കുർബാന മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് എന്നും ഇവിടെ കൃപാസനത്തിൽ വാഹനം പോകുന്നുണ്ട്. അപ്പം പത്രം അവരുടെ കൈ പൈസ കൊടുത്തിട്ട് പത്രം വാങ്ങുന്നുണ്ട്. പത്രം കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്. അപ്പോൾ രോഗികളെ കാണാനും പറ്റും. രോഗികൾക്ക് സൗഖ്യം ഒരുപാട് ഉടമ്പടി കാശുരൂപം വെച്ചിട്ടും തൈലം തേച്ചിട്ടും ഒരുപാട് രോഗികൾ എനിക്ക് എണ്ണി പറയാവുന്നതിനേക്കാൾ കൂടുതൽ രോഗികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഓപ്പറേഷൻ ചെയ്യാൻ രോഗികൾ വരെ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലായിട്ട് പലരെയും കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഫോൺ നമ്പർ വാങ്ങി വെച്ച് പിന്നീട് വിളിക്കുമ്പോൾ അവർക്ക് സൗഖ്യപ്പെട്ടതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, ഒരു കരുണാലയം. അപ്പം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഞാൻ ഇടയ്ക്കെല്ലാം പോകുമ്പം പിന്നെ അവിടെ തിങ്കൾ തുടങ്ങി ശനി വരെ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട്. അപ്പം ഞായറാഴ്ച ഒരു ദിവസം അവർക്കൊരു അവധി കിട്ടില്ല, അവർക്കൊരു പള്ളിയിൽ പോകാനൊരു അവസരവും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. അപ്പം ഞങ്ങൾ ചെന്ന് കണ്ട് പരിചയപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാനങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ കരുണാലയത്തിൽ ചെല്ലും. അവിടെ കിടപ്പ് രോഗികളായ അമ്മയുണ്ട്, അമ്മയെ കുളിപ്പിച്ച് അവരുടെ റൂമെല്ലാം ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കും. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു നേരത്തെ ഒരു ആഹാരത്തിൻ്റെ എന്തെങ്കിലും ഒരു ബേക്കറി 4 മണി പലഹാരമായിട്ട് ഞാനത് വാങ്ങിയിട്ടാണ് അവിടെ പോവാറ്. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഉടമ്പടി ഈ തിരുവൾത്താരയിൽ ഒരിക്കൽ പോലും നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കി 1 പുതുക്കി 2 പുതുക്കി ഒരു കാര്യങ്ങൾ സാധിക്കാതിരുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇനി മേലാൽ ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ച എന്നും ഞാൻ ഉടമ്പടി പുതുക്കി പോകാറ്. പക്ഷേ ഞാനിത് 7ാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. 2ാമത്തെ ദൈവസാക്ഷ്യം പറഞ്ഞു. ദൈവമാതാവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തി ഒരുപാട് വീടിൻ്റെ മുകളിൽ മരം വീണിട്ട് അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഇന്നെല്ലാം തട്ടി മാതാവ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാന ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. വചന വായനയുണ്ട്. വചനങ്ങൾ ഒരുപാട് ബോധ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ബൈബിൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് പല പ്രത്യക്ഷീകരണമായ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ
അക്ഷരങ്ങളെല്ലാം നീങ്ങിപ്പോയി. അവിടെ ഒരു പ്രാവിൻ്റെ ഒരു പക്ഷിയുടെ രൂപം വന്നു. അപ്പം പരിശുദ്ധാത്മാവ് ഞാൻ വിചാരിച്ചത് ശരിയാണോ സത്യമാണോ എന്ന് അറിയുന്നതിന് മുമ്പേ അത് മാഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് സാധിച്ചു. ആദ്യത്തെ ഉടമ്പടി 1-2 പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പിണങ്ങി. ഞാൻ 2 ദിവസം പള്ളിയിൽ പോയില്ല. ഞാൻ മസിൽ പിടിച്ച് കിടന്നു, പള്ളിയിൽ പോയില്ല. അന്ന് ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ്. ഞങ്ങൾ ഇടവക പള്ളിയിൽ ഞങ്ങൾ കയറുന്ന വാതിലിൻ്റെ അവിടെ വലിയൊരു ചാര കളറിലുള്ളൊരു കാവൽമാലാക എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. അപ്പം നമ്മളെ തേടി വരുന്ന മാതാവ് ദൈവം അവിടെ ഒരു വിശ്വാസത്തിൽ എനിക്ക് ആഴം കൂടാൻ സാധിച്ചു. കാവൽമാലാക എന്നെ കാത്തോടെ നിൽപ്പുണ്ടെന്നുള്ളൊരു ഭയങ്കര വേദന, എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. പിന്നെ ഞാൻ പള്ളിയിൽ പോക്ക് മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഹാളിലിരിക്കുമ്പോൾ അച്ഛൻ ഇതിൽ ഓടിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ ഓടിപ്പോയി ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ വേഗം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ തലയിൽ 2 കൈയും വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാവരുടെ തലയിൽ അച്ഛൻ ഒരു കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 2 കൈയും വെച്ച് പ്രാർത്ഥിച്ച് ഒരു സൗഖ്യാനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഉടമ്പടി വന്ന് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതിന് മാതാവിനും തിരുക്കുടുംബത്തിനും നന്ദി പറയുന്നു.